ആസിഫലി 25 അങ്ങോട്ട് കൊണ്ടുപോയി. ആസിഫലിയുടെ അടുത്ത കിഷ്കിന്ത കാണ്ടം സൂപ്പർ ഹിറ്റ് ഉറപ്പാ. ഉഗ്രം പടം. ഇങ്ങനത്തെ ഒരു മൂവി മലയാളത്തിൽ ഉണ്ടായിട്ടാവില്ല. അടിപൊളിയായിട്ടുണ്ട്. ക്രൈം മിസ്റ്ററി ത്രില്ലർ കേട്ടോ. സൂപ്പർ. നമ്മുടെ കിഷ്കിന്ത കാണ്ട് കാണുന്ന അതേ ഒരു എഫക്റ്റിൽ തന്നെ കാണാം. ക്രൈം ആണ് പടം. ഫുള്ളി ഗ്രിപ്പിംഗ് ഫിലിം. എല്ലാം തിയേറ്ററിൽ പോയി കാണുക. അതേ ഒരു കഥാപാത്രം റെഫറൻസ് വെച്ചാണ്, ആ സിനിമയുടെ റെഫറൻസ് വെച്ചാണ് സിനിമ പോകുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്താണ്, നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ചെയ്താണ് പടം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി ഏയിൽ വർക്ക് മമ്മൂട്ടിയും കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ഭരതന്റെ ഒക്കെ പഴയ കാലം കാണിക്കുന്ന അതേപോലെ അതേ സ്റ്റൈലായിട്ട് എന്ന് വെച്ചാൽ പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത് കേട്ടോ. സൂപ്പർ പടം. ഇങ്ങനത്തെ പടം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. യവനികളെ പോലെ ക്ലാസിക് പടമാണ് പടം. ത്രൂ ഔട്ട് എൻഗേജ് എന്ന് വെച്ചാൽ അനശ്വരയാണ് മെയിൻ റോൾ. അതായത് ആസിഫിന്റെ അതേ റോൾ തന്നെയാണ് അനശ്വര ചെയ്തിരിക്കുന്നത്. അനശ്വരയ്ക്കാണ് മെയിൻ റോൾ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പടം എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു പടത്തിന്റെ റെഫറൻസ് വെച്ച് ഒരു പുതിയൊരു ക്രൈം എടുത്തിരിക്കുകയാണ്. പടം കലക്കി അടിപൊളി. സൂപ്പറായിരുന്നു. ജോഫിൻ ടീച്ചറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പടം മേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് പടത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ മമ്മൂക്കയോടാണ്. ഈ ഒരു പടം മമ്മൂക്ക അല്ലെങ്കിൽ പടം ഇല്ലാന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും.